നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അരുണാചലിലെ ഹോട്ടലിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. രണ്ടുപേരെ കൊന്ന ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. ആര്യയുടെ മൃതദേഹം ഹോട്ടൽ മുറിയിലെ കട്ടിലിന് മുകളിലായിരുന്നു. ഇതേ മുറിയിൽ നിലത്താണ് ദേവി മരിച്ചു കിടന്നത്. ശുചിമുറിയിലാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത്. 3 പേരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലുമായിരുന്നു. എന്നാൽ 2 യുവതികളിൽ ഒരാളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഇത് ദേവിയാണോ ആര്യയാണോ എന്ന് വ്യക്തമല്ല. 1.5 വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടച്ചിരിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ദേവിയുടെയും ആര്യയുടെയും ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയത്. മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാകാത്ത സൗഹൃദമാണോ ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണോ എന്ന സംശയം ആദ്യം മുതൽക്കേ പോലീസിനുണ്ട്. മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ തിരച്ചിലുകളിലും ആത്മഹത്യാക്കുറിപ്പുമെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതും ശരീരത്തിന് ചുറ്റും മുറിവേറ്റ പാടുകളും അന്ധവിശ്വാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും ഇത്തരം ആശയങ്ങളുടെ പിന്നാലെ പോയതിനാലാണോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. സ്വകാര്യ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നപ്പോഴാണ് ദേവിയും ആര്യയും അടുത്ത സുഹൃത്തുക്കളായത്. ദേവി ജർമ്മനും ആര്യ ഫ്രഞ്ചുമാണ് പഠിപ്പിച്ചിരുന്നത്. വിദേശ ഭാഷകൾ പഠിച്ചിരുന്ന ഇവർ തമ്മിലായിരുന്നു സ്കൂളിലും അടുത്ത സൗഹൃദമുണ്ടായിരുന്നത്. ആര്യയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ അധികൃതരും അറിഞ്ഞത്. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയുള്ള കൂട്ടമരണത്തിൽ ഇവർക്കുള്ള തമ്മിൽ വേർപിരിയാനുള്ള വിഷമമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. നവീനും ഭാര്യ ദേവിക്കും നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കോട്ടയം മീനടുത്ത ജനപ്രതിനിധികളും പറയുന്നത്. 1 വർഷം മുമ്പ് മാത്രമാണ് നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും വരാൻ തുടങ്ങിയത്. ചെറുപ്രായത്തിലുള്ള വിദ്യാസമ്പന്നരായ 3 യുവജീവനുകൾ അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിന്റെയും പുറകെ പോയി മരണം ഏറ്റുവാങ്ങിയത് ഞെട്ടലോടെ കാണാനാവുകയുള്ളൂ. പുറത്തു വരുന്ന ഓരോ കാര്യത്തിലും അമ്പരപ്പാണ് അനുഭവപ്പെടുന്നത്. വീടിന്റെ പേര് പോലും കാവെന്നാണ്. ചിന്ത പരലോകത്തെക്കുറിച്ചും മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും മാത്രം. രക്തവും രക്തത്തുള്ളിയും മൃതദേഹവും സ്ഥിരം കാണാൻ ആഗ്രഹിച്ച ചിത്രങ്ങൾ. അങ്ങനെ നവീനെയും ഭാര്യയും സുഹൃത്തിനെയും ചുറ്റിപ്പറ്റി കിടക്കുന്ന ദുരൂഹതകൾ ഒട്ടേറെയാണ്. ഭാര്യയും സുഹൃത്തായ അധ്യാപികയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്നാണ് ലഭിക്കുന്ന സൂചന. പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു. മരണശേഷവും അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി. നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് മരിച്ചവരിൽ ഒരാളായ ആര്യയുടെ ബന്ധുവിന്റെ പ്രതികരണം. ആര്യയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മരിച്ച ദമ്പതികൾ ദേവിയുമായി ആര്യ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. നവീനിലേക്കാണ് ആര്യയുടെ ബന്ധുക്കളുടെ സംശയം നീളുന്നത്. നവീൻ ആയിരിക്കാം എല്ലാത്തിനും പിന്നിൽ. ആര്യയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധു അറിയിച്ചു. 28-ാം തീയതിയാണ് മൂവരും ഹോട്ടലിൽ മുറിയെടുത്തത്. ഇവരുടെ അനക്കമൊന്നുമില്ലാതായതോടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ഹോട്ടൽ ജീവനക്കാരാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെങ്കിലും ഇവരുടെ ദേഹത്തെ മുറിവുകളും മറ്റു പല സംശയങ്ങൾ ഉയർത്തുകയാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നവീൻ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഗൂഗിളിൽ നിരന്തരം സെർച്ച് ചെയ്യുന്നതെന്നും ഇത്തരത്തിലുള്ള ചില വർഷങ്ങൾ കേസിൽ ഉള്ളതായും സൂചനകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ മൂവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇറ്റാനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം വിശദാംശങ്ങൾ കൂടി വരുമ്പോൾ മാത്രമേ കേസിൽ ഏറെ കൂടി വ്യക്തത വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.